കേന്ദ്ര ബജറ്റിനെതിരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചയിലും പങ്കെടുക്കാതെ സഭ മൂന്നാം ദിവസവും ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നതുപോലെ കൊട്ടാനുള്ള അവസരമുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവാണെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി. എല്ലാ തോന്നിയവാസങ്ങളെയും ന്യായീകരിക്കുന്ന വക്താവായി പ്രതിപക്ഷ നേതാവ് മാറിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ശബരിമല സ്വർണ്ണമോഷണ വിഷയത്തിൽ പ്രതിപക്ഷ സമരം തുടരുകയാണെന്ന് പറഞ്ഞാണ് സഭ തുടങ്ങിയത്. സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് മാറ്റണമെന്നും പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. എന്നാൽ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നതുപോലെ കൊട്ടാനുള്ള അവസരമുണ്ടാക്കിയത് പ്രതിപക്ഷ നേതാവാണെന്ന് മന്ത്രി പി രാജീവ് മറുപടി നൽകി. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ എലസ്, സ്വർണം മോഷ്ടിച്ച ആൾക്ക്, സ്വർണം വാങ്ങിയാളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരമൊരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് പത്തരമാറ്റിന്റെ തിളക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്. അത് BJPയോടുള്ള താല്പര്യമാണ് സാർ. പിന്നാലെ പ്രതിപക്ഷം വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് നീങ്ങിയതോടെ സഭയിൽ ബഹളം വർദ്ധിച്ചു. ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ VD സതീശനെന്ന MP രാജേഷ്. അങ്ങ് ഗോൾവാൾക്കറിന് മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം? രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ്, വിമർശനം രാഷ്ട്രീയമാണ്. പ്രതിപക്ഷ നേതാവിന് എല്ലാവരോടും പുച്ഛമാണെന്നും എല്ലാ തോന്നിയവാസങ്ങളെയും ന്യായീകരിക്കുന്ന വ്യക്തിയായി പ്രതിപക്ഷ നേതാവ് മാറിയെന്നും മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു. എല്ലാവരോടും പുച്ഛമാണ് സാർ പ്രതിപക്ഷ നേതാവിന്. സാർ, ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല, കനകോല് പ്ലാൻ ചെയ്ത് കൊടുത്ത സമരമാണ് സാർ ഇത്. അങ്ങനെ എല്ലാ തോന്നിയവാസങ്ങളെയും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം. കേന്ദ്ര ബജറ്റിനെതിരെയും സംസ്ഥാന ബജറ്റിന്മേലുള്ള ചർച്ചയിലും പങ്കെടുക്കാതെ ബഹളം വെച്ച് പുറത്തുപോകാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഓർമ്മിപ്പിച്ചു. സാർ, ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാതെ ആദ്യമായിട്ടാണ് സാർ പോകുന്നത്. ബഡ്ജറ്റ് സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തത് കേരളത്തോടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് നേരെ ആമയെ പറഞ്ഞയച്ചവരോട് ഐക്യപ്പെടാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. കനകോലു പറഞ്ഞതനുസരിച്ചാണിതെന്നും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. പ്രതിഷേധത്തിനും ബഹളത്തിനും ഒടുവിൽ പ്രതിപക്ഷം മൂന്നാം ദിവസവും സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.